അമ്മ ചോറ് തരട്ടെ? അമ്മ ഇപ്പന്നെ എത്തിയുള്ളൂ. ചോറൊക്കെ തരാട്ടാ. എന്നിട്ട് അമ്മ കുപ്പിച്ചൊക്കെ കഴിഞ്ഞിട്ട് അമ്മ പോവാട്ട് മുത്തേ. ചോറ് തട്ടെ മുത്തേ. ഇന്നൊപ്പം കഴിച്ചില്ല കണ്ണൻ? കഴിച്ചില്ല എന്ന് പറഞ്ഞു ഇവര്. അവര് നോണ പറയാണ് പിന്നെ മണിയെ. ആര് നോണ പറഞ്ഞു? ഒക്കെ മാളുവാണ്. എന്റെ മാളുവിന് ഇല്ലാത്ത കുറ്റല്ലേടാ. എല്ലാം നിനക്ക് ചെയ്തരും വേണം. മാളും ഇല്ലാത്ത പ്രശ്നവുമില്ല. ചോറ് തിന്നെ നമുക്ക്. എന്താണ് നോക്കണത്? ആ ശരി, ചോറ് തരാം. എല്ലാവരും വന്ന അമ്മയുടെ സൗണ്ട് കേട്ടപ്പോ. എവിടെ കപ്പണ്ടി വന്നാ? സാമ്പാർ, പച്ചപ്പയറ്, കായ, ഉപ്പേരി, പപ്പടം വറുത്തത്, തൈര്. ഇന്നത്തെ ഫുഡ്. ഓ വിശന്നിട്ട് വയ്യ ദൈവമേ. കാറാകെ പൊടി പിടിച്ച് കിടക്കായിരുന്നു. അപ്പോൾ ഒന്ന് ഓടിച്ചൊരു അങ്ങോട്ട് കഴുകാമെന്ന് വിചാരിച്ചു കൂട്ടാ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് മണിക്കൂട്ടിൻ്റെ അടുത്ത് കുളിപ്പിക്കാനായിട്ട്. കാറിങ്ങനെ മുഷിഞ്ഞ് കിടക്കുന്നത് കാണുമ്പോൾ നമുക്ക് ഒരു വിഷമാണ്. അപ്പോൾ പിന്നെ ആ ഡ്യൂട്ടി അങ്ങോട്ട് കഴിക്കാം അല്ലേ? നീ മഞ്ജുവിനെ കുളിപ്പിക്കട്ടെ? ആ മണീനെ കുളിപ്പിക്കാൻ പോവാ. ഈ മണീനെ കുളിപ്പിച്ച് സുന്ദരനാക്കാൻ പോവാട്ടാ. അങ്ങനെ മണിക്കുട്ടൻ കുളിച്ച് സുന്ദരനായില്ലേ? മണിക്കുട്ടി സുന്ദരനായില്ലേ? സുന്ദരനായിന്ന് പറയാം. അമ്മനെ നോക്ക്. നീ പൊച്ച് തെറ്റേ. നീ മണിനെ പൊച്ച് നോക്കിയാൻ പോവാ. മണിക്ക് പുതപ്പില്ലാണ്ട് ഒരു രക്ഷയില്ല. ഏത് ചൂടായാലും മണിക്ക് പുതപ്പ് വേണം. ഇവിടെ നോക്കിയേ. ഞാൻ കുളിച്ചിട്ട് വരട്ടെ? പോട്ടെ. ഒരു ഉമ്മ തരാം അമ്മയ്ക്ക്. ഒരു ഉമ്മ തരോ? അന്നോട് ഉമ്മതാ. ഒരു ഉമ്മതാ. നല്ല മോനായിട്ട് കിടന്നോട്ടാ. ഞാൻ നാളെ വെടുള്ളോട്ട് കുത്തേ. ടാറ്റ തന്നെ. ഓക്കേ ഓക്കെ പറ. സീ യു പറഞ്ഞിട്ട് മുത്തേ. ആ ഒരു പയ്യങ്കിച്ച് തന്നെ അമ്മച്ചി. ഒരു പയ്യങ്കിച്ച്. ഒരു കയ്യുമ്മതാ. കയ്യുമ്മതാ. അങ്ങനെ കാറ് കഴുകലും മണീനെ കുളിപ്പിക്കലും കഴിഞ്ഞ് ആശുപത്രിക്ക് വീണ്ടും യാത്രയായി. ഇതുവരെ ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. 15,000 ആയിട്ടുണ്ട്. കേക്ക് മുറിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ഹോസ്പിറ്റൽ കേസും പ്രശ്നങ്ങളായതുകൊണ്ട് ഒഴിവ് കിട്ടിയിട്ടില്ല. എല്ലാവരും വീണ്ടും സപ്പോർട്ടായി. ഓക്കെ ടാറ്റാ, ബൈ ബൈ, സീ യു.